ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നീയുടെ അച്ഛൻ അവൾ ട്രിപ്പിനൊന്നും പോകണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഞാൻ ഓൾറെഡി അവൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നവരെയാണ്. നീ അപ്പോൾ അവളെ കൂട്ടാൻ ജിയാങ്ങ വരണമെന്നൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് പറയും. അപ്പോൾ മുത്തശ്ശി നല്ല ഹാപ്പി ആവും. കുറേ നാൾ കൂടിയിട്ട് അവനെ കാണാൻ പറ്റില്ല, അവൻ എത്ര ചെറുതാണെന്നു ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയും. നീയുടെ അച്ഛൻ എന്നാലും അത്ര ഹാപ്പി ഒന്നും ആവില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നീട് ജിയാങ്ങൊക്കെ വന്നിട്ടുണ്ടാവും. ജിയാങ് വന്നു കഴിയുമ്പോൾ മുത്തശ്ശി അവൻ്റെ അടുത്ത് പോയി സംസാരിക്കും. നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ, ഇപ്പം ആ ചെറിയ പയ്യനൊന്നല്ല വലുതായി എന്നൊക്കെ പറയും. ജിയാങ് എന്നിട്ട് നീനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവും, എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ നല്ല വിഷമത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജിയാങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ പറയും അച്ഛൻ ഒരുപാട് മാറിപ്പോയി, പക്ഷേ മുത്തശ്ശിക്കും അമ്മയ്ക്കും പിന്നെ അങ്കിളിനൊന്നും ഒരു മാറ്റമില്ല, നിനക്കും ഒരു മാറ്റമില്ല എന്നൊക്കെ. അപ്പോൾ ജിയാങ് പറയും എന്നാൽ മാറ്റമില്ലാത്തവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി, കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ടെന്ന്. പിന്നീട് ജിയാങ്ങും നീയും കൂടി അവരുടെ വീട്ടിലേക്ക് പോയിണ്ടാവും. ന്യൂ ഇയറൊക്കെ ആയിട്ടുണ്ടാവും, അവരത് സെലിബ്രേറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ നീ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ലിന്നിനെ അയച്ചു കൊടുക്കും. ലിൻ അപ്പോൾ അവൾക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അവളും അവന് തിരിച്ച് മെസ്സേജ് അയക്കും. അത് കണ്ടിട്ട് അവൾ നോക്കിയിരുന്ന് ചിരിക്കായിരിക്കും. നീ അയച്ച മെസ്സേജ് കണ്ട് ലിന്നും അവൻ്റെ വീട്ടിലിരുന്ന് ചിരിക്കുമ്പോൾ അവൻ്റെ പേരൻസ് അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്താ ഇത്ര നാൾ പതിവില്ലാത്തൊരു ചിരിയൊക്കെയെന്ന് അവർ ചോദിക്കും. അതൊന്നുമില്ലയെന്ന് ലിൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്നാൽ നമുക്കിന്ന് ഒരു മൗണ്ടനിലേക്ക് ട്രിപ്പ് പോയാലോ എന്ന് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും ചോദിക്കും. അപ്പോൾ അവരും ഓക്കെ പറയും. അടുത്ത ദിവസം നീയും അവളുടെ ഫാമിലിയൊക്കെ ആ മൗണ്ടനിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടാവും. ഷങ്സും അവിടേക്ക് തന്നെയാണ് ട്രിപ്പ് വരുന്നത്. ഇപ്പോൾ ലിന്നും അവിടേക്ക് വരുന്നുണ്ട്. ജിയാങ് അവളെ കളിയാക്കുന്നുണ്ടാവും, നിനക്ക് നേരെ വേണം സ്കേറ്റ് ചെയ്യാൻ പോലും അറിയില്ല, പിന്നെ അവിടെ വന്നിട്ട് എന്ത് കാട്ടാനാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും അടിയാവും. അവസാനം അങ്കിളാണ് അവരുടെ അടി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാവരും ഒരു ബസ്സിൽ ആ മൗണ്ടനിലേക്ക് യാത്ര തുടങ്ങും. ബസ്സിലിരിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നീയുടെ അമ്മ അതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. നീയാണെങ്കിൽ ആ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് അതൊക്കെ ലിന്നിന് അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെ ജിയാങ് കാണുന്നുണ്ടാവും. നീ ആർക്ക് ഈ മെസ്സേജൊക്കെ അയക്കണമെന്ന് ചോദിച്ച് മെല്ലെ ജിയാങ് നീയുടെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ നീ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വേഗം ഫോൺ മാറ്റും. കുറച്ചായി ഞാൻ ശ്രദ്ധിക്കണമെന്ന് ജിയാങ് നീയുടെ അടുത്ത് പറയും. അപ്പോൾ നീ എന്ത് ശ്രദ്ധിക്കണു പോടാ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് ആട്ടിവിടും. നൈറ്റ് ആയിട്ടുണ്ടാവും. അവർ എത്തേണ്ട സ്ഥലം എത്തുമ്പോഴേക്കും അവർക്ക് അവിടെ ഒരു വില്ലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരവിടെ എത്തിയപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. നീ അപ്പോൾ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യും. എന്നിട്ട് ആ ഫോട്ടോ നേരെ ലിന്നിന് അയച്ചു കൊടുക്കും. ലിൻ അപ്പോൾ ഇവളെന്തിനാ ഇതൊക്കെ എനിക്ക് അയച്ചു തരണേ, ഇനി കറക്റ്റ് സ്ഥലം പറഞ്ഞു തരികയാണോ എന്നൊക്കെ വിചാരിക്കും. ലിൻ അപ്പോൾ അവൾക്ക് താങ്ക്സ് അയക്കും. അപ്പോൾ നീ വിചാരിക്കും എന്തിനാ താങ്ക്സ് പറയണ ഫോട്ടോ അയച്ചു കൊടുത്തേനെന്ന്. ലിൻ പാക്ക് ചെയ്യുന്ന കാര്യം നീക്കറിയില്ലല്ലോ. അങ്ങനെ അവർ ഫാമിലി ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്യും നാളെ എന്താ ചെയ്യാന്നൊക്കെ. ജിയാങ് സ്കേറ്റിങ്ങിന് പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും സമ്മതിക്കാതെ അവരെല്ലാവരും എല്ലാ സ്ഥലവും ചുറ്റി കാണുമെന്ന് പറഞ്ഞിട്ട് അവർ കുറേ സ്ഥലത്തേക്ക് പോവും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അവർ ചുറ്റി കണ്ടുകൊണ്ടിരിക്കും. അവസാനം എല്ലാവരും ടയേർഡാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജിയാങ് ഞാൻ നീനെയും കൂട്ടിയിട്ട് സ്കേറ്റിങ്ങിന് പോകാൻ പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് സ്കേറ്റിങ്ങിന് പോവും. അങ്ങനെ പോയി നോക്കുമ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവും. സാധനങ്ങളൊക്കെ അങ്ങനെ മേടിക്കാൻ മുമ്പ് അവിടെയും തല്ലൂടി നിൽക്കായിരിക്കും ഇവർ. അപ്പോഴാണ് ആ കടയിലേക്ക് കുറച്ച് പേര് കയറി വരിക. അതിൽ ഷങ്സു ഉണ്ടാവും, അവൻ്റെ കൊളീഗ്സും ആയിരിക്കും ഉണ്ടാവുക. ഷങ്സു ആണ് ഇവരെ ആദ്യം കാണുക. പിന്നീട് ജിയാങ്ങും അവനെ കാണും. അപ്പോൾ ജിയാങ് ഷങ്സു നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നീക്ക് ആകെ ടെൻഷനാവും, എന്താ ചെയ്യണമെന്ന് അറിയാതെ. ഇതൊക്കെ ഷങ്സുവിൻ്റെ അടുത്ത് ക്രഷുള്ള ആ ലേഡി ശ്രദ്ധിക്കുന്നുണ്ടാവും. നീ ഷങ്സുവിനെ കണ്ടിട്ടും പിന്നെ അവളൊന്നും അറിയാത്ത പോലെ തന്നെ ഷോപ്പ് ചെയ്യാൻ നിൽക്കും. പക്ഷേ അവൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഷങ്സു ഉണ്ടല്ലോ എന്നുള്ള കാര്യം തന്നെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ഷങ്സുവിൻ്റെ അടുത്ത് ക്രഷുള്ള പെണ്ണ് അവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് പെരുമാറുന്നതൊക്കെ നീ കാണും. അപ്പോൾ അവൾക്കതൊരു വിഷമാവും. ജിയാങ്ങും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ ആലോചിക്കുക അവൻ്റെ അടുത്ത് ഒരു വട്ടം മെയ്ഡ് വന്ന് പറഞ്ഞത് ആ ഒരാൾ നിൻ്റെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നീ വെക്കേഷന് പോയപ്പോന്ന്. പിന്നീട് അവരുടെ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങും, പുറത്ത് വരും. എന്നിട്ട് അപ്പോൾ അവർ ഷങ്സുവിനെ കുറിച്ച് സംസാരിക്കും. നീക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ജിയാങ് ചോദിക്കും. അപ്പോൾ നീ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ അവർ വീണ്ടും സ്കേറ്റിങ്ങിന് പോവും. നീക്കാണെങ്കിൽ സ്കേറ്റ് ചെയ്യാനേ അറിയണ്ടാവില്ല. അവൾ ചെയ്യും തോറും നിലത്ത് വീണുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അവൾ കുറേ കഷ്ടപ്പെടും. അവസാനം ഇതാ കിടക്കണം താഴെ. ജിയാങ് ആണെങ്കിൽ അവളെ ചുറ്റും നടന്ന് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കും. അവസാനം അവൾ കുറേ ട്രൈ ചെയ്യെങ്കിലും ഇതൊന്നും ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടക്കും. ഈ സ്ഥലത്ത് തന്നെ ഷങ്സും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടാവും. ജിയാങ് കുറേ അവളെ സ്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവൾ അതൊന്നും ചെയ്യില്ല. അപ്പോൾ ജിയാങ് ഞാൻ എന്നാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അപ്പോൾ നീ ഒറ്റയ്ക്ക് സ്കേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ
ഷങ്സുവിൻ്റെ ഫ്രണ്ട്സ് അത് നിനക്ക് അറിയണ ആളല്ലേ, നമുക്കൊരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞാലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവളുടെ അടുത്ത് ക്യാമറ കൊടുക്കും. പക്ഷേ അവളുടെ കൈ വിറക്കിയിട്ടുണ്ടാവും ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ. അപ്പോൾ അവിടേക്ക് ജിയാങ് എല്ലാം മനസ്സിലാക്കി വന്ന് വേഗം അവർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കും. എന്നിട്ട് ആ ഫോൺ ഷങ്സുവിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്ത് തരണം പറഞ്ഞിട്ട് ജിയാങ് നീയുടെ അടുത്ത് വന്ന് നിൽക്കും. നീ നല്ല ടെൻഷനിലായിരിക്കും ഉണ്ടാവുക. അവളെടുത്ത് അപ്പോൾ ജിയാങ് ചിരിക്കാൻ പറയും. അങ്ങനെ അവളും ചിരിച്ച് നിൽക്കും. ഷങ്സു ആണെങ്കിൽ ആ ഫോണിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കായിരിക്കും. അപ്പോഴാണ് ഒരു മെസ്സേജ് വരിക. അത് ലിന്നിൻ്റെ മെസ്സേജ് ആയിരിക്കും. അത് കാണുമ്പോൾ അവന് വിഷമമായിട്ട് അവൻ ആ ഫോൺ തിരിച്ചു കൊടുക്കും. ആ ഫോണിൻ്റെ കവറും അവൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. കുറേ മരങ്ങളും പിന്നെ ഒരു സൺഷൈനും വരുന്ന പോലെയൊക്കെ ആയിരിക്കും അതിൻ്റെ കവറ്. ജിയാങ് പിന്നീട് ഷങ്സുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, എന്തിനാ ഞാൻ ഫോറിനിലേക്ക് പോയ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഷങ്സു അതൊക്കെ ആലോചിച്ച് നോക്കും. അവർ ഹയർ സ്റ്റഡീസിന് പോയർക്കാന്ന് മെയ്ഡ് മാറ്റി പറഞ്ഞതൊക്കെ. പിന്നീട് ഷങ്സു റൂമിൽ പോയിട്ട് കൊളീഗ്സിൻ്റെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കും. ഷങ്സുവിൻ്റെ നേരെയാണ് ആ കുപ്പി വരിക. അപ്പോൾ അവൻ്റെ അടുത്ത് നിനക്ക് ഇതുവരെയുള്ള റിലേഷൻഷിപ്പൊക്കെ പറയാൻ പറയുമ്പോൾ അവൻ ആരുമില്ല എന്നാണ് പറയുക. അപ്പോൾ അവൻ ഇത്ര നാളായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ലെന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ അവനില്ല എന്ന് പറയും. അപ്പോൾ അവൻ്റെ ക്രഷിനും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടാവും. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഷങ്സു പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ്റെ അടുത്ത് ക്രഷുള്ള ആ പെൺകുട്ടി വന്ന് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് സത്യത്തിൽ ഒരു പെൺകുട്ടീനെ ഇഷ്ടമില്ലേ, അതാ നീ ട്യൂഷൻ പഠിപ്പിച്ച അവൻ്റെ കൂടെയുള്ള ആ പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഷങ്സു പറയും, അതൊന്നും ഇനി പറ്റില്ല, അവൾക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന്. എന്നിട്ട് അവൻ റൂമിലേക്ക് പോയി വിഷമിച്ചിരിക്കും. എന്നിട്ട് അവൻ്റെ അനിയനെ വിളിക്കും. നിനക്ക് വയറുവേദനയായ കാരണം കൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയൻ പറയും, അതൊന്നും ഇപ്പോൾ കുഴപ്പമില്ല എന്ന്. നീ ആരെങ്കിലും അവിടെ കണ്ടോന്ന് അവൻ്റെ അനിയൻ ചോദിക്കും. അപ്പോൾ ഷങ്സു പറയും, നീ മനഃപൂർവ്വം ചെയ്തതാണല്ലേ, നീയുടെ ഒപ്പം എന്നെ ആക്കാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പോൾ അവൻ്റെ അനിയനും അതേന്ന് പറയും. പക്ഷേ അത് ഇനി മുതലൊരു നല്ല കാര്യമൊന്നുമല്ല, അവൾക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ഷങ്സു അവൻ്റെ അനിയൻ്റെ അടുത്ത് പറയും. പിന്നീട് കാണിക്കുന്നത് നീയും ജിയാങ്ങും സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർ പേരൻസ് ഇത്ര എന്താ ലേറ്റ് ആയി എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവർ മേടിച്ച സാധനങ്ങളൊക്കെ ഒരു പേരൻസിന് കാണിച്ചു കൊടുക്കും. നീ എന്നിട്ട് റൂമിൽ വന്നിട്ട് ഷങ്സു എടുത്ത ഫോട്ടോ നോക്കും. എന്നിട്ട് അവൾ ആലോചിക്കും, ജിയാങ്ങും നീയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കായിരുന്നപ്പോൾ ജിയാങ് പറഞ്ഞിട്ടുണ്ടാവും ആ ഷങ്സുവിൻ്റെ കൂടെയുള്ള ലേഡി ഷങ്സുവിൻ്റെ അടുത്ത് ഒരുപാട് ക്ലോസ് ആയിട്ട് പെരുമാറുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ അവൾ അതൊക്കെ ആലോചിച്ച് നോക്കും. എന്നിട്ട് ലിനിൻ്റെ മെസ്സേജ് എടുത്ത് നോക്കും. അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവില്ല. പിന്നീട് അവൾ കുളിക്കാൻ പോയി വരുമ്പോൾ അവളുടെ വില്ല തന്നെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചിട്ടുണ്ടാവും. ഇവനിവിടെ എത്തിയോ പറഞ്ഞിട്ട് അവൾ വേഗം ഒരു ജാക്കറ്റ് എടുത്ത് പുറത്ത് പോയി നോക്കുമ്പോൾ അതാ നിൽക്കണു ഹീറോ അവിടെ. അങ്ങനെ നീ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോവും. താഴേക്ക് പോകുമ്പോൾ ജിയാങ് ഇവളെവിടേക്കാണ് ഇത്ര സ്പീഡിൽ ഓടി പോകണമെന്ന് വിചാരിക്കും. അവളങ്ങനെ താഴെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ സ്ലോ മോഷനിൽ തിരിഞ്ഞു നോക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ അവൾ ഫ്ലാറ്റായി ഇതാ കിടക്കണു താഴെ. അവൻ്റെ കയ്യിലൊരു സ്റ്റാച്ചു ഉണ്ടാവും. അവൻ മഞ്ഞ് കൊണ്ടുണ്ടാക്കിയതായിരിക്കും. അത് അവനെ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതെന്നിട്ട് അവൾക്ക് കൊടുക്കും. അവളപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ എനിക്കതൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കും. അവൾക്ക് അവൻ വന്നത് ഒരു ഷോക്കായി ഉണ്ടാവും. നീ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും, നീയല്ലേ എനിക്ക് ക്ലൂ തന്നതെന്ന്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക അവൾ അയച്ചു കൊടുത്ത ഫോട്ടോകളൊക്കെ നോക്കിയിട്ടാണ് അവൻ വന്നിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ അവൾ ഞാനും നിനക്ക് ക്ലൂ തന്നതൊന്നല്ല എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയും. ആ സമയത്ത് ജിയാങ് വന്നിട്ട് ഇതാരാന്നൊക്കെ നീയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നീ ഇതെന്നെ സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ വന്ന ഇൻസ്ട്രക്ടറാണെന്നൊക്കെ പറയും. എനിക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ കിട്ടി ഇങ്ങനെ ഒരാളെ എന്നൊക്കെ ജിയാങ് അവളടുത്ത് ചോദിക്കും. ഞാൻ ഓൺലൈനായിട്ട് കണ്ടുപിടിച്ചതാണെന്നൊക്കെയാണ് അവൾ പറയുക. അപ്പോൾ ലിന്നാണെങ്കിൽ നാളെ ഞാൻ എത്ര മണിക്കാണ് വരേണ്ടത് എന്നൊക്കെ അവളടുത്ത് ചോദിക്കും. അവളപ്പോൾ ഇയാൾ ഇത്ര പെട്ടെന്ന് ജോലിക്കാരനുമായി മാറിയോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ അവർ ഉള്ളിലേക്ക് പോവും. ലിൻ എന്നിട്ട് വീട്ടിലെത്തുമ്പോൾ അവൻ്റെ അച്ഛനമ്മ ചോദിക്കും, നീ എവിടേക്കാണ് പോയി ഇത്ര നേരം, നിൻ്റെ ക്രഷിനെ കാണാൻ വന്നതല്ലേ, നീ ഇവിടെ സത്യം പറഞ്ഞോന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലിൻ ഞാൻ ഒരിക്കലും കാണിച്ചു തരില്ല എന്നൊക്കെ പറയും. പിന്നീട് അടുത്ത ദിവസം നീ പുറത്ത് പോയി നോക്കുമ്പോൾ ലിൻ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. അവൻ എന്നിട്ട് അവളെ നോക്കി നിൽക്കും. അവളപ്പോൾ അവളുടെ ഫാമിലിയുടെ കൂടെ താഴേക്ക് ഇറങ്ങും. താഴേക്ക് വരുമ്പോൾ ഇതാരാന്ന് ഫാമിലിയിലുള്ള എല്ലാവരും ചോദിക്കും. ഇത് പുതിയ ആളാണ്, എന്നെ സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ വന്നതാണെന്നൊക്കെ നീ പറയും. ഇവിടെ ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെ വീട്ടുകാർ ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഇവിടെ വെക്കേഷൻ വന്ന ആളാണെന്നൊക്കെ ലിൻ പറയുന്നുണ്ടാവും. അങ്ങനെ കാറിൽ പോകുമ്പോൾ ഇവരുടെ ആൻറ്റിക്ക് ഒരു സംശയം തോന്നും. എന്നിട്ട് നീയുടെ അടുത്ത് വന്നിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. നീ എത്ര രൂപ കൊടുക്കണമെന്നൊക്കെ നീയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ലിൻ പറയും, ഞാൻ പൈസയ്ക്കൊന്നുമല്ല, ഞാൻ ഫുഡിന് വേണ്ടി മാത്രമാണ് വന്നിരിക്കണമെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും നീനെ തന്നെ നോക്കുന്നുണ്ടാവും. അങ്ങനെ സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ കൊണ്ടുപോകും നീനെ. ഫാമിലി മെമ്പേഴ്സൊക്കെ ഞങ്ങളെ കൂടി സ്കേറ്റിംഗ് പഠിപ്പിച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ ലിൻ അവരുടെ കൂടെ പോകാൻ പോവുക. അപ്പോൾ നീ എന്താ കാണിക്കുന്നത്, ഇപ്പോൾ തന്നെ വീട്ടുകാർ എന്നെ പിടിച്ചേർന്നു.
മര്യാദയ്ക്ക് എൻ്റെ കൂടെ മാത്രം നടന്നാൽ മതി, അല്ലാതെ എവിടെയും പോകണ്ടെന്നൊക്കെ പറയും. അങ്ങനെ അവൾ ചെറുതായിട്ട് സ്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. ലിന്നാണെങ്കിൽ അവളുടെ ചുറ്റും ഫോണും എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഷങ്സും അവൻ്റെ ഫ്രണ്ട്സും അവിടെ നിന്ന് കാണുന്നുണ്ടാവും. അങ്ങനെ നീ സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾ ഷങ്സുവിനെ കാണുക. ഷങ്സുവിനെ കാണുമ്പോൾ അവളുടെ ശ്രദ്ധ അവിടേക്കാവും. പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിൽ വരുമ്പോൾ അവൾ അറിയാതെ വീഴാൻ പോവും. അവൾ അങ്ങനെ വീഴാൻ വേണ്ടി റെഡിയായി പോവായിരിക്കും. നമ്മുടെ ഹീറോ അപ്പോൾ അവളെ പിടിക്കാൻ വേണ്ടി സെറ്റായിട്ട് ഫ്രണ്ടിലാണ് നിൽക്കും. നീ നേരെ പോയി അവനെ ഹഗ് ചെയ്യും. എന്നിട്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയും. നിന്നെ പിടിക്കാനല്ല ഞാനുള്ളത്, ഒന്നും പേടിക്കണ്ടെന്നൊക്കെ ലിന്ന അവളടുത്ത് പറയും. ഇതൊക്കെ ഷങ്സു നിന്ന് കാണുണ്ടാവും. അവൻ ഇനി അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അവൻ്റെ ക്രഷായ പെൺകുട്ടി അപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇതാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന്. അപ്പോൾ എല്ലാവരും അതേന്ന് പറയുമ്പോൾ അവർ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ എന്നും പറയും. പിന്നീട് ലിന്ന അവളെ ഒരു മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ അവൾ വീഴാൻ പോകുന്നുണ്ടാവും. ലിന്ന അപ്പോൾ അവളെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൾക്ക് ആകെ നാണക്കേടാവും. പിന്നീട് ആ മലയുടെ മുകളിൽ നിന്ന് താഴെ വരെ സ്കേറ്റ് ചെയ്ത് പോകണമെന്ന് അവളടുത്ത് പറയും. അങ്ങനെ അവളെ കൊണ്ട് സ്കേറ്റ് ചെയ്യിപ്പിക്കായിരിക്കും. അവനാണെങ്കിൽ അവളുടെ ചുറ്റും നടന്ന് വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. അവൾക്ക് ഭയങ്കര പേടിയായിരിക്കും ഉണ്ടാവുക. ലിന്നിൻ്റെ അമ്മയും അച്ഛനാണെങ്കിൽ അവനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവനെ കാണണേ ഉണ്ടാവില്ല. അവസാനം അവർ ഒരു റെസ്റ്റോറൻറ്റ് കാണും. എന്നാൽ അവിടെ പോയി വല്ല ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ച് അവരവിടേക്ക് പോവും. ആ സമയത്താണെങ്കിൽ ലിന്നാണെങ്കിൽ അവിടെ നീയുടെ ഫാമിലിയുടെ ഒപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരൊരു തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ലിന്നിൻ്റെ അമ്മയും അച്ഛനും കൂടി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരിക. അവരങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിന്നിൻ്റെ അമ്മ ഉള്ളിലേക്ക് നോക്കുക. അപ്പോൾ അവിടെ ലിന്നിരുന്ന് ഫുഡ് കഴിക്കണു. ഇവനെന്താ ഇവിടെ ഇരിക്കണമെന്ന് വിചാരിച്ച് അവർ വേഗം ഉള്ളിലേക്ക് വരും. ലിന്നിൻ്റെ അമ്മ എന്നിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് അല്ല ഇത് ആരായിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങും. ലിന്നിനാണെങ്കിൽ തരിപ്പ് കയറിയിട്ടുണ്ടാവും. നീക്കാണെങ്കിൽ ഷോക്കാവും. ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്നിരിക്കുകയാണെന്നൊക്കെ ലിന്നിൻ്റെ അടുത്ത് ലിന്നിൻ്റെ അമ്മ ചോദിക്കും. അപ്പോൾ ഇതാരാണെന്ന് നീയുടെ ഫാമിലിയൊക്കെ ചോദിക്കുമ്പോൾ ഇതെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് ലിൻ എല്ലാവർക്കും പരിചയപ്പെടുത്തും. അവൻ്റെ അച്ഛനെയും പരിചയപ്പെടുത്തും. നീയെ അവൻ്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇതെൻ്റെ കോളീഗാണെന്ന് പറഞ്ഞിട്ടായിരിക്കും നീയെ പരിചയപ്പെടുത്തുക. അപ്പോൾ നീയുടെ ഫാമിലിയിലുള്ള എല്ലാവരും നീയെ തന്നെ നോക്കുന്നുണ്ടാവും. ഈ സമയത്ത് നീയുടെ അമ്മ ലിന്നിൻ്റെ അമ്മയുടെ അടുത്ത് അവരുടെ പേര് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും. അവർ രണ്ടുപേരും മുന്നേ തന്നെ മീറ്റ് ചെയ്തിട്ടുള്ളവരാണ്. പിന്നീട് കാണിക്കുന്നത് നീയുടെ വില്ലയായിരിക്കും. അവിടെ എല്ലാവരും നീയെ നടുക്കിലിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരിക്കും. നിൻ്റെ ബോസിനെ കൊണ്ടുവന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ അവർ ചോദിക്കും. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അങ്കിൾ പറയുക, എന്നാലും ആ ഒരു ഫാമിലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നൊക്കെ. അവൻ്റെ അച്ഛൻ ഒരു നല്ല ആളായിരുന്നു. അവൻ്റെ അച്ഛനെ മുത്തശ്ശൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. എന്തോ തെറ്റ് ചെയ്ത കാരണം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. അമ്മ ഇപ്പോൾ രണ്ടാമത് മാരേജ് ചെയ്താണെന്നൊക്കെ പറയും. അവരുടെ ഫാമിലിയിൽ എന്തായാലും പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയും. ഇതേ തന്നെ ആയിരിക്കും ലിന്നിൻ്റെ അമ്മയും ലിന്നിൻ്റെ അടുത്തും പറയണ്ടാവുക. അവരെ ഞാൻ മുന്നേ തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. നീയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ്. അവരുടെ അച്ഛൻ അത്ര നല്ല ആളൊന്നുമല്ല, പക്ഷെ അമ്മ നല്ലൊരാളാണെന്നൊക്കെ പറയും. പിന്നീട് അവർ ലിന്നിൻ്റെ അടുത്ത് ഞാൻ സെൽഫിഷാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അച്ഛൻ മരിച്ച പിന്നെ മുത്തശ്ശനെ ഞാൻ കാണാൻ വരാത്തത് തെറ്റാണെന്നാണോ നീ വിചാരിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലിൻ അങ്ങനെയൊന്നല്ല, അമ്മ ചെയ്യണതിന് എല്ലാത്തിനും അമ്മയുടേതായ ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പറയും. നിൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ നിൻ്റെ മുത്തശ്ശൻ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. നിൻ്റെ അച്ഛൻ്റെ അടുത്ത് മുത്തശ്ശന് അപ്പോഴും ദേഷ്യമായിരുന്നു. അങ്ങനെ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി, എന്നിട്ടും നിൻ്റെ മുത്തശ്ശൻ്റെ ദേഷ്യം മാറിയിട്ടില്ല എന്നൊക്കെ അമ്മ ലിന്നിൻ്റെ അടുത്ത് പറയും. എന്നാലും ഇനിയൊരു ദിവസം മുത്തശ്ശനെ കാണാൻ പോകണമെന്നും ലിന്നിൻ്റെ അമ്മ അവൻ്റെ അടുത്ത് പറയും. ഈ സമയത്ത് നീ ആണെങ്കിൽ നല്ല വിഷമിച്ചിരിക്കുകയായിരിക്കും ലിന്നിൻ്റെ ഫാമിലിയിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് അവന് മെസ്സേജ് അയക്കാൻ വിചാരിക്കും. മെസ്സേജ് അയക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറയാം, ഞാൻ നല്ല ദേഷ്യത്തില്ല. എൻ്റെ വീട്ടുകാരുടെ അടുത്ത് നീ ആരാണെന്നുള്ള സത്യമൊക്കെ പറഞ്ഞില്ലേ, എന്നെ ഇവിടെ കുടുക്കിയിട്ട് പോയില്ലേ എന്നൊക്കെ. അപ്പോൾ അവൻ അതെൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നല്ലോ, അല്ലാതെ ഞാൻ നിന്നെ മനഃപൂർവ്വം പെടുത്തിയതൊന്നുമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ എന്നാലും ഞാൻ ദേഷ്യത്തില്ല, എന്നെ ഇപ്പം തന്നെ വന്ന് പുറത്ത് കൊണ്ടുപോകുമെന്ന് പറയും. പിന്നെ അവൾ എന്നെ ആലോചിക്കും, ഞാൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ പെരുമാറണേന്ന്. അങ്ങനെ നീ റെഡിയാവും. എന്നിട്ട് അവൾ അവിടുന്ന് കുറച്ച് ഫുഡ് എടുക്കണ്ടാവും. കുറച്ച് പടക്കങ്ങളും എടുത്തിട്ടാണ് പോവുക. അതൊക്കെ ജിയാങ്ങിൻ്റെ ആയിരിക്കും. അവൾ എന്നിട്ട് അതൊക്കെ എടുത്ത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ലിൻ വന്ന് നിൽക്കുന്നുണ്ടാവും. അവൾ ഫുഡ് എടുത്തിട്ടുണ്ടാവും. മാനിന് കൊടുക്കാനായിരിക്കും. അവിടെ ഒരുപാട് മാനുണ്ട്, അതിനൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഫുഡ് കൊടുക്കാൻ പോകും. പക്ഷേ അവിടെ ഒരു മാന് പോലും ഉണ്ടാവില്ല. അവസാനത്തിനെയും കൊണ്ടുപോകുമായിരിക്കും. സമയം കഴിഞ്ഞു, അത് കാരണം കൊണ്ടാണെന്ന് അവിടുത്തെ ആൾ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലേ, കുറച്ച് ഫുഡ് കൊടുക്കാനല്ലേ, ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നിൽക്കും. അപ്പോഴേക്കും ആ മാന് വന്ന് ആ ബാസ്ക്കറ്റിൽ തലയിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേരും ആ മാനിനൊക്കെ കുറേ നേരം ഫുഡ് കൊടുക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ആ മാൻ അവിടെ നിന്ന് പോവും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇനി എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ
നീ കുറച്ച് പടക്കം എടുത്തിട്ട് ലിനിൻ്റെ കൈ കൊടുക്കും, നമുക്കിതൊക്കെ പൊട്ടിച്ച് ഇവിടെ ആഘോഷിക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കും. ലിനിൻ്റെ അടുത്ത് നിന്നിട്ട് 2 പടക്കം എടുത്ത് കൊടുത്തിട്ട് ഇതാണ് നിൻ്റെ സ്കേറ്റിങ്ങിൻ്റെ കൂലി എന്ന് പറയും. അപ്പോൾ ഈ പടക്കം എന്ത് സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കും. അല്ല, നീ എൻ്റെ കൂടെ അല്ലേ സമയം സ്പെൻഡ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് അവൾ പറയും. അങ്ങനെ അവർ അതൊക്കെ ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ജിയാങ് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും, നീ ഇപ്പം എവിടേക്കാണ് പോയിരിക്കുന്നത്, എന്തിനാണ് പോയിരിക്കണമെന്നൊക്കെ. അപ്പോൾ അവൾ അതൊക്കെ നീ എന്തിനാ അറിയണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട, നീ എൻ്റെ പടക്കം എടുത്തിട്ട് പോയ അതാണ് എൻ്റെ വിഷയം എന്നൊക്കെ അവൻ അവളടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പറയും. എന്നാൽ നിൻ്റെ കൂടെയുള്ള ആ സ്കേറ്ററിൻ്റെ കൂടെ നമുക്ക് നാളെ ഒരു പന്തയം വെച്ചാലോ. ജിയാങ് എന്നിട്ട് അവളടുത്ത് ചോദിക്കും, നാളെ ഞാൻ ലിനിൻ്റെ കൂടെ ഒരു സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ വെക്കാൻ പോവുക, അവന് ധൈര്യമുണ്ടോ എൻ്റെ കൂടെ പങ്കെടുക്കാമെന്ന്. അപ്പോൾ ആ മെസ്സേജൊക്കെ നീ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ ലിന്നും പറയും എനിക്ക് സമ്മതമാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നാളെ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ വെക്കാനുള്ള തീരുമാനത്തിലെത്തും. പിന്നീട് നീ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ലിൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. അതൊരു മഞ്ഞുകൊണ്ടുള്ള സ്റ്റാച്ചു ആയിരിക്കും. അത് അവളെ പോലെ ആയിരിക്കും ഉണ്ടാവുക, അവൾ സ്കേറ്റ് ചെയ്യണ പോലെ. അവൾ എന്നിട്ട് ആ സ്റ്റാച്ചു എടുത്ത് അവൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോകും. അവൻ നോക്കുമ്പോൾ ബാൽക്കണിയിൽ അവൻ മുന്നേ കൊടുത്ത സ്റ്റാച്ചു അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത ദിവസമാവും. വീട്ടിലെല്ലാവർക്കും തിരക്കായ കാരണം കൊണ്ട് ജിയാങ്ങും നീയും സ്കേറ്റിങ്ങിന് പോവും. നീയുടെ അമ്മയാണെങ്കിൽ ലിന്നിൻ്റെ അമ്മയെ മീറ്റ് ചെയ്യാനും പോവും. അങ്ങനെ അവർ സ്കേറ്റിംഗ് കോമ്പറ്റീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുമായിരിക്കും. അങ്ങനെ അവർ മാപ്പൊക്കെ നോക്കിയിട്ട് ഒരു ക്യാൻറ്റീനിൽ ഇരിക്കുമായിരിക്കും. ആ സമയത്താണ് നീ പറയാ, ഞാൻ പുറത്ത് പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം, അപ്പോഴേക്കും നിങ്ങളെല്ലാം സെറ്റാക്കുന്നത്. എന്നിട്ട് നീ പുറത്ത് പോകുമ്പോൾ അവിടേക്ക് ആ ഷങ്സുവിൻ്റെ അടുത്ത് ക്രഷുള്ള പെൺകുട്ടി ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ടാവും. അവർ രണ്ടുപേരും എന്നിട്ട് ആ ക്യാൻറ്റീനിലേക്ക് കയറും. ഈ സമയത്ത് ലിന്നും ജിയാങ്ങും കൂടി സംസാരിക്കായിരിക്കും. ജിയാങ് ലിന്നിൻ്റെ അടുത്ത് പറയും. ജിയാങ് ചോദിക്കും, ഞാൻ ഈ സ്കേറ്റിങ്ങിൽ കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ പിന്നാലെ നടക്കണം, നിങ്ങൾ നിർത്തുമെന്ന് ലിന്നിൻ്റെ അടുത്ത്. അപ്പോൾ ലിൻ ഞാനൊന്നും നിർത്തില്ല എന്ന് അവൻ്റെ അടുത്ത് പറയും. ഇതൊക്കെ ഞാൻ നീയുടെ അടുത്ത് പറഞ്ഞു കൊടുത്താലോ എന്ന് ജിയാങ്ങിൻ്റെ അടുത്ത് ലിൻ ചോദിക്കുമ്പോൾ ജിയാങ് പറയും, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ, അവൾ എന്നെ അടിക്കുമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം അവർ കേട്ടിട്ടുണ്ടാവും. അവർ രണ്ടുപേരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നീട് റേസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് സ്ഥലം സ്കേറ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെ അവസാനം ജയിക്കുക നമ്മുടെ ഹീറോ തന്നെയാണ്. ജിയാങ് തോറ്റ കാരണം കൊണ്ട് അവന് നാണക്കേടായിട്ടുണ്ടാവും. പിന്നീട് ഞാനെന്നാ ഒന്ന് സ്കേറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ലിൻ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നീട് നീയുടെ അമ്മയും ലിന്നിൻ്റെ അമ്മയും മീറ്റ് ചെയ്യും. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നീയുടെ അമ്മടുത്ത് ലിന്നിൻ്റെ അമ്മ പറയുണ്ടാവും, നിങ്ങളുടെ ഹസ്ബൻഡിനെക്കാട്ടിലും നിങ്ങൾക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാമായിരുന്നല്ലോ, നിങ്ങളെന്താ പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കണമെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവർ കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവർ പിരിഞ്ഞു പോകും. നീയുടെ അമ്മ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നീ നിന്ന് ഡാൻസ് കളിക്കായിരിക്കും. അപ്പോൾ നീ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്കേറ്റിങ് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് അവളുടെ അമ്മടുത്ത് പറയും. ഇതിലെന്താ ഇത്ര ശ്രദ്ധ കൊടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇത്ര ശ്രദ്ധ ഇല്ലല്ലോ എന്നൊക്കെ അവളുടെ അമ്മ അവളോട് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പോൾ കമ്പനിയിലത്തെ കഫറ്റീരിയ പണിയണത് എൻ്റെ മേൽനോട്ടത്തിലാണെന്നൊക്കെ അവളുടെ അമ്മയുടെ അടുത്ത് പറയും. അപ്പോൾ അവളുടെ അമ്മ പിന്നെ അവരുടെ അച്ഛൻ ഇപ്പോൾ കമ്പനിക്ക് ഫണ്ട് തരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നീ അവളുടെ അമ്മ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ നീയുടെ അമ്മ അവളുടെ അടുത്ത് പറയും. പിന്നീട് നീയുടെ അമ്മ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ ഒപ്പം ജീവിച്ച കാലങ്ങളൊക്കെ ആലോചിക്കും. അവളുടെ അച്ഛനെ എപ്പോഴും ബിസിനസ്സിൽ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ സക്സസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇതറിഞ്ഞിട്ട് ഇങ്ങനൊരു ഭാര്യ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവളുടെ അച്ഛന് അതൊട്ടും ഇഷ്ടമായിട്ടുണ്ടാവില്ല. അവളുടെ അച്ഛൻ കുറച്ച് മേലീഗൊക്കെ ഉള്ള ആളായിരിക്കും. പിന്നീട് ലിന്നും നീയും ജിയാങ്ങും കൂടി അടുത്ത ദിവസം സ്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വെവ്വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വെവ്വേറെ സ്ഥലത്ത് പോകും. ലിൻ സ്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഷങ്സു ഉള്ളത്. അപ്പോൾ ഷങ്സുവിൻ്റെ ഫ്രണ്ട് അവനെ കണ്ടിട്ട് ഇത് നീ മുന്നേ പറഞ്ഞ ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് അല്ലേ, ശരിക്കും അത് ബോയ് ഫ്രണ്ടൊന്നുമല്ല, അവൻ വെറുതെ പിന്നാലെ നടക്കാമെന്ന് പറയും. ആ സമയത്ത് ഷങ്സു അവൻ്റെ ഫ്രണ്ടിനെ തിരിഞ്ഞു നോക്കും. എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.